ശരിക്കും അശോകേട്ട ഒരു നല്ലൊരു ജേർണിയാണ് അശോകേട്ടന്. ഒരു നല്ല ചേഞ്ചസ് ആണ് നമ്മുടെ സിനിമയിൽ കണ്ടിട്ട് വരുന്നത്. അപ്പൊ ആ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എങ്ങനെ മാറാൻ ശ്രമിക്കുന്നു? നമുക്കൊരു ഈവൻ ഫാഷൻ, ഇപ്പം നമ്മുടെ ഡ്രസ്സായാലും ശരി, നമ്മുടെ ഫിലിമിലായാലും ശരി, എല്ലാം കൊണ്ട് നമ്മൾ ഒത്തിരി മാറ്റങ്ങളല്ലേ ചേട്ടൻ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുമ്പോൾ ആ ഒരു ജേർണിയിൽ സഞ്ചരിക്കുമ്പോൾ ചേട്ടൻ എന്നാ തോന്നുന്നത്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്നുടുത്ത ഒരു സ്റ്റൈലൽ ഡ്രസ്സല്ല നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇല്ലേ? അപ്പൊ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അത് ഡ്രസ്സിൽ മാത്രമല്ല, അഭിനയത്തിലല്ല. ഞാൻ ഫുൾ ഫ്രീ വീട്ടിലിരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 സിനിമയെങ്കിലും ഞാൻ കാണും. ഇല്ലെങ്കിൽ ഒരു സിനിമ എന്തായാലും കണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് സിനിമാ ലോകത്ത് നടക്കുന്നതെന്ന് നമ്മളും കൂടി അത് കണ്ട് മനസ്സിലാക്കണം. എല്ലാവരും വേണം, നമ്മൾ ചെയ്യണം അത്. ഇപ്പം എൻ്റെ മോനൊക്കെ ഞാൻ പറഞ്ഞ മുറിയിലാണെങ്കിൽ അവൻ ലാപ്പിൽ ഇങ്ങനെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഞാനും അതുപോലെ വീട്ടിലിരുന്ന് ടി വിയിൽ ഞാൻ പടം കാണും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ കയറാൻ നേരത്തെ ഇപ്പം എൻ്റെ ക്യാൻവാസ് ഒന്നും ഞാൻ വാങ്ങിച്ചതല്ല, എല്ലാം സെലക്ഷനാണ്. അച്ചു സെലക്ട് ചെയ്ത് തന്നെയാണ് ഡ്രസ്സിൻ്റെ ഇതൊക്കെ. അത് ഞാൻ ഇടും. പക്ഷെ എനിക്കിപ്പോൾ അതിനോട് ട്രെൻഡായി, ഞാൻ ഇഷ്ടം തോന്നി തുടങ്ങി. ഞാൻ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടാൻ താല്പര്യം. അപ്പം നമ്മൾ കാലം ഓടുന്നതനുസരിച്ചിട്ട് നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അത് വേണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പടങ്ങൾ കുറഞ്ഞ് ഞാനിനി അഭിനയിക്കാനില്ല. അല്ല, അപ്പൊ തന്നെ ഞാനൊരു കാര്യം ചോദിട്ടെ അശ്വേട്ട, എനിക്ക് അറിയാൻ വയ്യാന്നിട്ട് ചോദിക്കാം. നമ്മളിപ്പോ ഒരു ടെക്നോളജി ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഡിജിറ്റൽ മാറിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ നാച്ചുറൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. പക്ഷെ ആസ് ആൻ ആക്ടർ നമ്മൾ അപ്ഡേറ്റഡ് ആവണം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കാം. നമ്മൾ സിനിമകൾ കാണണം. സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം. ഏകദേശം സിനിമ എടുക്കുന്നത് ഏകദേശം നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇപ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന തുടങ്ങിയ സമയത്ത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ അഭിനയിച്ച് അങ്ങോട്ട് പോകുന്നു. കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ എന്തിനാണ് സാക്ഷ്യം നിൽക്കുന്നത്, നമ്മളെ ഷോട്ട് മിഡ് എടുക്കുന്നത് എന്തിനാണ്, ക്ലോസ് എടുക്കുന്നത് എന്തിനാണ്, ട്രോളി ഷോട്ട്, ഇതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് വശത്തായി. അപ്പോൾ ചില സിനിമകൾ കാണാൻ നമുക്കും കൂടി പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഷോട്ടുകൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ അത്ര മീറ്ററിൽ അവിടെ ചെയ്യണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അത് പഠിക്കാൻ പറ്റും. അഭിനയവും പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുളു സിനിമ വരെ കണ്ടു. ഞാൻ ഒരു തുളു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മനോജ് എന്റെ ബാംഗ്ലൂർ ഉള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ കെയർ ഓഫിലാണ് എനിക്ക് വന്നത്. അപ്പൊ ഞാൻ ഒരു തുളു സിനിമ കണ്ടപ്പോൾ എനിക്കത് ഒന്നാമത്തെ ആ ഭാഷ ഒട്ടും പിടിയില്ല, പിന്നെ അത് അഭിനയിച്ച പണിയാവും. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പിന്നീട് അത് വേണ്ടാന്ന് വെച്ചതിന് ശേഷം ഞാൻ തുളു സിനിമ കണ്ടിട്ടുണ്ട് പിന്നീടും. അപ്പൊ അങ്ങനെ കുറേ അന്യഭാഷാ ചിത്രങ്ങൾ ഞാൻ കാണുന്നത്, ഇംഗ്ലീഷ് കാണുന്ന പോലെ തന്നെ. അപ്പൊ ഇംഗ്ലീഷും മലയാളവും തമിഴൊക്കെയാണല്ലോ കൂടുതലും കാണുന്നത്. അല്ലാത്ത കന്നഡ, അതൊക്കെ ഇപ്പോഴാണ് കന്നഡ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ എന്ത് സിനിമയാണെങ്കിലും കാണുന്നത്. ഞാൻ ചിലപ്പോൾ അഭിനയം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് കോസ്റ്റ്യൂം, അപ്പിയറൻസ്, ഒരാള് ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണെങ്കിൽ എങ്ങനെയുള്ള മാനറിസംസ് കുറേ നമുക്ക് പറ്റും. അതിന്റെ മീശ ടൈപ്പ് ആയിരിക്കണം. മീശ അങ്ങനെ വെച്ചാലുള്ള ഗുണം എന്താണ്? ഇപ്പം ഞാനൊരു താടിയും മീശയും വെച്ചിട്ടാണ് പിഷക്കാരൻ തുടങ്ങി പറഞ്ഞ കോളേജ് സ്റ്റുഡൻറ്റ് വരെ അഭിനയിച്ചിട്ടുള്ളൂ. അന്നൊന്നും ഇത് അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ട്. ഇപ്പോഴും വളരെ കുറവാണ് താടി പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ചെയ്യാൻ പോണ സിനിമകളിലെല്ലാം താടി പഠിച്ച് കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീശ അപ്പിയറൻസ് ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോഴുള്ള സിനിമകളും കൂടുതൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അത് പാർവതി പരിണയം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കില്ലായിരുന്നു. 3 സീൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആ സമയത്ത് തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് ഗുരുവായൂർ പടം ചെയ്യുന്നുണ്ട്, ദിലീപ് ഒക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ചൊരു പടം. അതിൽ പപ്പേട്ടൻ്റെ മോന, അതിൽ ത്രൂ ഔട്ടാണ്. അപ്പം തുടങ്ങി വന്ന സമയമാണ് ഞാൻ ഈ പാർവതീപുരത്തിൽ എന്നെ വിളിക്കാൻ കാരണം ദിലീപാണ്. ദിലീപ് പറഞ്ഞ അശ്വൻ ചേട്ടൻ ചെയ്താൽ നന്നാ, അശ്വൻ ചേട്ടൻ അറിയാം. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ പ്രോഗ്രാമിന് പോകുമ്പോൾ അശ്വൻ ചേട്ടൻ ഒരു വിഷക്കാരനെ കാണിക്കാറുണ്ട്, അത് വെച്ച് നോക്കി അശ്വൻ ചേട്ടൻ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വിളിച്ചത്. അങ്ങനെ ആ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് വിളി വന്നു വീണ്ടും, ഇവിടെ ഷൂട്ട് കിടക്കണം, അവിടെ ഷൂട്ട് കിടക്കണം. അപ്പം ഞാൻ ദിലീപിനോട്, ദിലീപ് ഞാൻ പോകണടാ, 3 സീനുള്ളൂ അതിന്, 3 സീൻ എന്ത് ചെയ്യാനാണ് ചേട്ടാ, അത് പോകണം, ചേട്ടൻ ചെയ്ത ഗംഭീരമാവും, നന്നായിരിക്കുന്നുണ്ട്. അവന്റെ നിർബന്ധം കൊണ്ട് മാത്രം അവൻ എന്നെ പറഞ്ഞു വിട്ടാണ്. ഞാൻ അവിടെ ചെന്നു. ഈ ശമന സാറ് പറഞ്ഞ ഒരു വിഷയക്കാരനാണ്, അമ്മ എന്തായാലും തരണേ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഡയലോഗും ഇല്ല. പാവപ്പെട്ട ഒരു വിഷയക്കാരനാണ്, അമ്മ എന്തായാലും തരണേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇത് പറയാന്ന് പറഞ്ഞപ്പോ എൻ്റെ വീടിൻ്റെ അടുത്ത് ബസിലിക്ക പള്ളി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുമ്പിൽ ഒരു വിഷക്കാരൻ കിടക്കും, ഞങ്ങളുടെ കമ്പനിയാ പണ്ടത്തെ. പരിചയമുള്ള ഒരാളാ, സന്ധ്യാവ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയെ പെട്ടെന്ന് ഓർമ്മ വന്നു. അയാള് പറഞ്ഞ ഡയലോഗിന്ന് കുറച്ച് കടമെടുത്തിട്ടാണ് ഞാൻ അവിടെ ചാമ്പ് ചെയ്ത്. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവൻ എന്തെങ്കിലും തരണേ അമ്മ അമ്മ അന്ന് പറയലും
ആ പാട്ട് ഓടി വന്നു ടേക്കിലാണത്. അമ്മ അമ്മ അമ്മോ സത്യം, എന്റെ കലയാണ് സത്യം. ഇയാളിങ്ങനെ കിടന്നിട്ട് ഇയാളിങ്ങനെ പള്ളിയുടെ മുമ്പിൽ കിടന്നിട്ട് ഇവിടെ മുന്തിരിയില്ലേ, മുന്തിരി ഉള്ളിലെ വെളുത്തതില്ലേ, അതൊക്കെ എന്റെ മാവക്കുട്ടി പൊത്തി വെക്കൂടാ, ഇങ്ങനെ പെടുത്തിട്ട് സന്ധ്യാവ് അതാണ് വിഷയാചിക്കണേ. അണ്ട് എഴുന്നേറ്റ് മുമ്പ് എല്ലാരും പോയി കഴിയുമ്പോ ഇയാൾ ഓർമ്മ വന്ന് സത്യം. എന്നിട്ട് അങ്ങനെ ഞാൻ ഈ സാധനം ഒന്നും അറിയാതെ അങ്ങോട്ട് വന്നു. അപ്പൊ നമ്പ്യാരേറ്റ ക്യാമറ ഷെയ്ക്കായി. നമ്പ്യാർ ചിരിച്ചിട്ട് ഈസ്റ്റ്മാനാണ് ചേട്ടൻ്റെ പ്രൊഡ്യൂസർ. പുള്ളി വീണു, പുഴിമണലായിരുന്നു, വീണു. മൊത്ത സെറ്റിലൊരു കയ്യടിയായിരുന്നു. എനിക്കൊന്ന് ആദ്യത്തെ ഒരു അവാർഡ് കിട്ടിയ പോലെ എനിക്ക് തോന്നി. അത് PG വിശ്വംഭരൻ സാറിന്റെ പടം. അങ്ങനെ ആ 3 സീൻ 9 സീനായിട്ട് ഡെവലപ്പ് ചെയ്തു. അതാണ് മലയാള സിനിമയിൽ ആദ്യം കിട്ടിയ ബ്രേക്ക്.